വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 8:22 മുതൽ 25 വരെ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിൻ്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കി ചെന്ന്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഇതിനോടകം ശിഷ്യന്മാർ യേശു മിശിഹയാണ്, ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ യഹൂദ രാജ്യം അല്ലെങ്കിൽ യഹൂദ സമൂഹം, മത നേതാക്കന്മാർ യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. അവർ അവനെ തള്ളിക്കളഞ്ഞു. യേശു ഒരു വലിയ പുരുഷാരത്തെ അഭിസംബോധന ചെയ്ത് ഈ അധ്യായത്തിൻ്റെ ആദ്യം നാം വായിക്കുന്നുണ്ട്. വലിയ പുരുഷാരമാണ് വന്നത്. ആ പുരുഷാരം വന്ന സമയത്ത് യേശു എന്തെങ്കിലും വലിയ അത്ഭുതം ചെയ്യും, പ്രധാനപ്പെട്ട എന്തെങ്കിലും പഠിപ്പിക്കലുകളൊക്കെ നടത്തുമെന്ന് ശിഷ്യന്മാർ പ്രതീക്ഷിച്ചു. പക്ഷേ അതിനു പകരം യേശു വളരെ ലളിതമായൊരു കഥ പറഞ്ഞു. ഒരു വ്യക്തി വിത്ത് വിതയ്ക്കാൻ പോയി. നല്ല നിലത്ത് വീണത് കിളുത്തു, അല്ലാത്തത് കിളുത്തില്ല. ഇത് ശിഷ്യന്മാരെ അമ്പരപ്പിച്ചു. അവർ യേശുവിനോട് വന്ന് ചോദിച്ചു, ഇതെന്താണ് ഈ പറയുന്നത്? ഇത്ര നിസ്സാരമായൊരു ഉപമ, ഇതെന്തിനാണ് പറയുന്നതെന്നൊക്കെ അവർ പറഞ്ഞു. അവനോട് ചോദിച്ചു. യേശു അതിൻ്റെ വിശദീകരണവും കൊടുത്തു. അനുസരിക്കുന്ന നിങ്ങൾക്കാണ് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാകുന്നത്. അനുസരിക്കാത്തവർക്ക്, വെറുതെ പ്രസംഗം കേൾക്കാൻ വരുന്നവർക്ക് അവരോട് പറയാൻ എനിക്കൊന്നുമില്ല. അവരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ആ നിലയിൽ യേശു അവരോട് സംസാരിച്ചു. അപ്പോൾ ശിഷ്യന്മാർ വലിയൊരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ അവർ വിചാരിച്ചതുപോലെ അത്ഭുതം ചെയ്യേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു, അവിടെ ചെയ്യുകയായിരുന്നെങ്കിൽ ഒരുപാട് പേർ വിശ്വസിച്ചേനെ എന്നൊക്കെ അവർക്ക് ധാരണ ഉണ്ടായിരുന്നു. അവിടെ യേശു അത്ഭുതമൊന്നും ചെയ്തില്ല. എന്നാൽ ഇവർ തന്നെയുള്ള ഈ പടകിൽ വലിയൊരു അത്ഭുതം ചെയ്യുന്നതാണ് വായിക്കുന്നത്. ഈ സംഭവം 4 സുവിശേഷങ്ങളിലുമുണ്ട്. 3 സുവിശേഷങ്ങളിൽ ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ യേശു കടലിന്മേൽ നടന്ന് അവരുടെ അടുത്ത് വരുന്നതായി നാം വായിക്കുന്നുണ്ട്. എന്തായാലും യേശു ശിഷ്യന്മാരെ കടൽക്ഷോഭത്തിൽ നിന്ന് രക്ഷിക്കുന്ന സംഭവം 4 സുവിശേഷത്തിലും എഴുതിയിട്ടുണ്ട്. യേശു യഹൂദനായിട്ടാണ് ജനിച്ചത്. ഇസ്രയേൽ രാജ്യവുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു. കാരണം തൻ്റെ മാതാപിതാക്കൾ യഹൂദരായിരുന്നു. മറിയ ഒരു യഹൂദ സ്ത്രീയായിരുന്നല്ലോ. യേശു തൻ്റെ ശിഷ്യന്മാരെ, തൻ്റെ വചനം കേൾക്കുന്നവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ അമ്മയും തൻ്റെ സഹോദരന്മാരും വന്ന് പുറത്തു നിന്നിട്ട് യേശുവിനെ വിളിക്കാൻ ആളയച്ചു. അവർക്കെന്നാൽ അകത്ത് കയറി വന്ന് ഇവൻ എന്താ പഠിപ്പിക്കുന്നതെന്ന് കേൾക്കാൻ തോന്നിയില്ല. പുറത്തു നിന്നിട്ട്, ഞങ്ങൾ അവൻ്റെ സ്വന്തക്കാരാണ്, ഞങ്ങൾ വിളിച്ചാൽ അവൻ വരും എന്ന നിലയിൽ ഒരു അല്പം അധികാരം കാണിക്കാൻ അവർ ശ്രമിച്ചു കാണും. യേശു തൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന ആളുകളോട് പറഞ്ഞു, എൻ്റെ അമ്മയും സഹോദരന്മാരും എൻ്റെ വചനം കേട്ടനുസരിക്കുന്നവരാണ്, അല്ലാതെ മാനുഷികമായ ബന്ധങ്ങൾ അല്ല എനിക്ക് പ്രധാനം. ഇതിൻ്റെ അർത്ഥം, മാനുഷികമായി താനൊരു യഹൂദനായിരുന്നു. യോഹന്നാൻ പറയുന്നുണ്ടല്ലോ, താൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന്. അപ്പോൾ ദൈവവചനം അനുസരിക്കാത്ത ആളുകൾ, അവർ യഹൂദനാണെങ്കിലും ഇസ്രായേൽക്കാരാണെങ്കിലും, യേശു പറയുന്നത് എനിക്ക് അവരുമായിട്ടല്ല ബന്ധം, ദൈവവചനം അനുസരിക്കുന്നവരുമായിട്ടാണ് ബന്ധം. ഇവിടെ മുതൽ യേശു യഹൂദരാജ്യത്തോട് തന്നെ അകറ്റുകയും തൻ്റെ വചനം അനുസരിക്കുന്നവരെ ശിഷ്യന്മാരായി തൻ്റെ സ്വന്തക്കാരായി അംഗീകരിക്കുകയും ചെയ്യുന്നു. നാം ലേഖനങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, ദൈവവചനം അനുസരിക്കുന്നവൻ, ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുള്ളവൻ, അവനാണ് യഥാർത്ഥ യഹൂദൻ. പുറമേ പരിച്ഛേദന ചെയ്തവനല്ല, ഹൃദയത്തിൻ്റെ പരിച്ഛേദന ഏറ്റവനാണ് യഥാർത്ഥ യഹൂദൻ എന്നും നാം വായിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ യേശു തൻ്റെ വചനം അനുസരിക്കുന്നവർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാതെ മാനുഷികമായ ബന്ധങ്ങൾക്ക് അല്ല. അതിനുശേഷം യേശു തന്നെ പറഞ്ഞിട്ട് ശിഷ്യന്മാർ ഒരു പടകിൽ കയറി ഗലീലക്കടലിൻ്റെ അക്കരയ്ക്ക് പോവുകയാണ്.
പല വീടുകളിലും ഞാനോ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്നൊക്കെയുള്ള വാക്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് കാണാം. അതൊക്കെ നമ്മുടെ കർത്താവിൻ്റെ ചില വാഗ്ദത്തങ്ങളാണ്. യേശു ഞങ്ങളോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവുള്ളവരായിരിക്കും എന്നൊക്കെയാണ് പലരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ന് നാം വായിച്ച ഈ സംഭവത്തിൽ കർത്താവായ യേശു ക്രിസ്തു ശാരീരികമായി ഈ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. താൻ പറഞ്ഞതനുസരിച്ചാണ് ശിഷ്യന്മാർ ആ പടകിൽ കയറി അന്ന് ആ തടാകത്തിനക്കരയ്ക്ക് പോയത്. യേശു അവരുടെ കൂടെയുണ്ട്. അവർ യേശുവിനെ അനുസരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവരുടെ പടക് വലിയ ക്ഷോഭത്തിൽ പെട്ടത്. കാറ്റും കടലും അവർക്കെതിരായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? യേശു നമ്മോടുകൂടെ ഉണ്ടെങ്കിലും, യേശു പറഞ്ഞ കാര്യം നാം ചെയ്യുകയാണെങ്കിലും നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാം, പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകാം. യേശു അത് പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ യേശുവിനെ ലോകം ത്യജിച്ചാൽ തീർച്ചയായും അവൻ്റെ ശിഷ്യന്മാർ അതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. അതുകൊണ്ട് യേശുവിനെ അനുസരിക്കുകയും യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നാം അപ്സെറ്റായി പോകേണ്ട കാര്യമില്ല, അകാരണമായി പരിഭ്രമിക്കേണ്ട കാര്യമില്ല. കടൽക്ഷോഭമുണ്ടായാലും കൊടുങ്കാറ്റുണ്ടായാലും അതിൽ കൂടി നമ്മെ വഴി നടത്തുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. യേശു പടകിൽ കിടന്ന് ഉറങ്ങുകയാണ്. ദൈവപുത്രനാണ്, ദൈവമനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചവനാണ്. തൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ തൻ്റെ ദിവ്യശക്തിയെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, രോഗികളെ സൗഖ്യമാക്കുന്നത്, ഭൂതങ്ങളെ ശാസിക്കുന്നത്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത്, വെള്ളം വീഞ്ഞാക്കുന്നത്, ഇതൊക്കെ ശിഷ്യന്മാർ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ താൻ ഉറങ്ങുകയാണ്. എന്താണ് ഇതൊരു വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നാം. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നെങ്കിലും തന്നിൽ ദൈവത്വവും മനുഷ്യത്വവും പൂർണ്ണമായും ഉണ്ടായിരുന്നു. തനിക്ക് പ്രകൃതി ശക്തികളെയും അശുദ്ധാത്മാക്കളെയും രോഗത്തെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിലും തൻ്റെ ശരീരം മാനുഷിക ശരീരമായിരുന്നു. ഒരു മനുഷ്യ ശരീരത്തിന് നേരിടുന്ന ബലഹീനതകളും രോഗവും ക്ഷീണവും ദാഹവും വിശപ്പും ഒക്കെ തനിക്കുണ്ടായിരുന്നു. തനിക്ക് വിശന്നു. കഴിക്കാൻ വല്ലതുമുണ്ടോ എന്ന് താൻ ചോദിച്ചു. അത്തിമരത്തിൽ ഫലമുണ്ടോ എന്ന് താൻ തിരഞ്ഞു. തനിക്ക് ദാഹിച്ചു, കുടിക്കാൻ വെള്ളം ആ സ്ത്രീയോട് ചോദിച്ചു. യോഹന്നാൻ 4-ാം അധ്യായം. തനിക്ക് തണുത്തു, തനിക്ക് വസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, വാഹനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, വീടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, കരം കൊടുക്കാൻ പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. മാനുഷികമായ നിലയിൽ ഒരു മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും യേശു നേരിട്ടിരുന്നു. താൻ അതൊക്കെയും അനുഭവിച്ചു. അതുകൊണ്ട് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ അവരുടെ ഇടയിൽ ഒരു നല്ല മധ്യസ്ഥനായിരിക്കുവാൻ യേശുവിന് കഴിയും. കാരണം അവൻ മനുഷ്യനുമാണ്, അതേസമയം ദൈവവുമാണ്. തനിക്ക് നമ്മുടെ ബലഹീനതകളോട് സഹതാപം കാണിക്കാൻ സാധിക്കും. കാരണം നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനുഭവിച്ചു. തനിക്ക് ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് ആണ് താൻ ആ പടകിൽ കിടന്ന് ഉറങ്ങിയത്. അവിടെ യേശുവിൻ്റെ മനുഷ്യത്വമാണ് നാം കാണുന്നത്. താൻ ഇങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോഴാണ് കൊടുങ്കാറ്റടിച്ചത്, കടൽ ക്ഷോഭിച്ചത്. ഗലീല കടൽ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 100 കണക്കിന് അടി താഴെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ദേശം, അവിടെ മലകളുണ്ട്. ആ മലകൾക്കിടയിലൂടെ ശക്തമായ കാറ്റടിച്ച് ഈ കടലിൽ കൊടുങ്കാറ്റും അതുപോലെ തിരമാലയും, ഉയർന്ന തിരമാലകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സന്ദർഭമായിരുന്നിരിക്കാം ഇത്. പക്ഷേ ഗലീല കടലിൽ പരിചയമുള്ള, ഇവിടെ മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള ആളുകളാണ് ഈ ശിഷ്യന്മാരിൽ പലരും. അവർ പ്രാണഭയത്തിലായി എന്നാണ് നാം വായിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കൊടുങ്കാറ്റിൽ നിന്നും
ഈ കടൽക്ഷോഭത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ഈ കടൽ പരിചയമുള്ളവരാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഇവർ കടൽക്ഷോഭത്തിൽ അകപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ഇതുപോലൊന്നും അവർ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഭയപ്പെട്ടത്. അവർ യേശുവിനെ വിളിച്ചുണർത്തുകയാണ്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു. നമ്മൾ നശിച്ചു പോകുന്നു എന്നല്ല അവർ പറഞ്ഞത്, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ഒരു ദേവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ ഞങ്ങളെന്ന് പറഞ്ഞതിൻ്റെ കാരണം, പടക് മുങ്ങിയാൽ യേശു വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകും, ഞങ്ങൾ മുങ്ങിച്ചാകും. അതിലെത്രത്തോളം വാസ്തവമുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവർ യേശുവിനെ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. ഞങ്ങൾ നശിച്ചു പോവും, ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ മേൽ നനയരുത്, ഞങ്ങൾ മുങ്ങിച്ചാകരുത്, ഇതാണ് അവരുടെ ലക്ഷ്യം. അവർ യേശുവിനെ ഉണർത്തുകയാണ്. യേശു ഉണർന്നു, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. സാധാരണ കുട്ടികളെയാണ് ശാസിക്കാറുള്ളത്, മാതാപിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ. അതുപോലെ യേശു കൊടുങ്കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയാണ് ഉണ്ടായത്. പതുക്കെ കാറ്റ് കുറയുകയല്ല, പതുക്കെ തിരമാല ഇല്ലാതാകുകയല്ല, ഉടനെ ശാന്തത ഉണ്ടായെന്നാണ് നാം മറ്റു സുവിശേഷങ്ങൾ വായിക്കുന്നത്. അപ്പോൾ തന്നെ അനുസരിച്ചു. ഇത് കണ്ട യഹൂദന്മാരായ ശിഷ്യന്മാരുടെ മനസ്സിലേക്ക് വന്ന മറ്റൊരു ചിത്രമുണ്ട്. കടലിനെ വിഭാഗിച്ച മോശ, യഹൂദന്മാരുടെ രാഷ്ട്രപിതാവ് എന്ന് വേണമെങ്കിൽ കരുതാവുന്നയാളാണ് മോശ. മോശയെപ്പോലെ ഒരാളില്ലെന്നാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത്. മോശയാണ് ചെങ്കടലിനെ വിഭാഗിച്ചത്. ഇവിടെ ഒരു കടലിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാൾ ഞങ്ങളുടെ ഈ ചെറിയ ബോട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഇത്രയും നേരം. യഹൂദന്മാരായ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാകാൻ ഒരല്പം സമയമെടുത്തു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, അവർ ആശ്ചര്യപ്പെട്ടു, ഭയപ്പെട്ടു. ഇവൻ ആർ? ഇത് ഒരു പ്രവാചകനല്ല, ഇതൊരു റാബായി അല്ല, ഇത് മിശിഹയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് ദൈവമാണ്, സൃഷ്ടാവായ ദൈവമാണ്. അല്ലാതെ ആർക്കാണ് പ്രകൃതി ശക്തികളെ ശാസിക്കാനും അവയെ അനുസരിപ്പിക്കാനും സാധിക്കുക? അവർ ഭയപ്പെട്ടു. അന്നുവരെ ശിഷ്യന്മാർക്ക് യേശുവിനെക്കുറിച്ച് പല ധാരണകളും ഉണ്ടായിരുന്നെങ്കിലും ആ ധാരണകളൊക്കെ ഇപ്പോൾ മാറിയിട്ട് അവർ ഭയപ്പെട്ടു. അവർ പറയുകയാണ്, പരസ്പരം പറയുകയാണ്, കാറ്റും കടലും അനുസരിക്കുന്ന ഇവൻ സാധാരണക്കാരനല്ല. ഇവരിത് പറയുന്നതിന് മുൻപ് യേശു അവരെ ശാസിച്ചു. അവരോട് പറഞ്ഞത്, അല്ലെങ്കിൽ താൻ ചോദിച്ചത്, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഇവർക്കൊക്കെ അപ്പടി വിശ്വാസമാണ്, വലിയ വിശ്വാസമാണെന്നൊക്കെയാണ് ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷേ യേശു അവരോട് ആദ്യം ചോദിച്ച കാര്യം, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങൾക്ക് വിശ്വാസം ഇല്ല, ഇത്രയും വിശ്വാസം നിങ്ങൾക്ക് പോരാ എന്നാണ് യേശു പറഞ്ഞത്. ഇന്ന് പല സ്ഥലത്തും അത്ഭുത രോഗശാന്തി ശുശ്രൂഷകളൊക്കെ നടക്കും. അവിടെ ആർക്കെങ്കിലും രോഗസൗഖ്യം വന്നില്ലെങ്കിൽ അതിന് പറയുന്ന ഒഴിവഴി ഇതാണ്, അവർക്ക് വിശ്വാസമില്ല എന്നിട്ട്. ഈ പടകിൽ വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇവർ നശിക്കുമെന്ന് തന്നെ വിശ്വസിച്ചിരുന്നവരാ, ഇന്ന് മുങ്ങിച്ചാകുമെന്ന് വിശ്വസിച്ചിരുന്നവരാ. യേശു അവരോട് മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങൾക്ക് വിശ്വാസം ഇല്ല. അവരുടെ മുമ്പിൽ വെച്ചാണ് യേശു ഇത്രയും വലിയ അത്ഭുതം ചെയ്തത്. യേശു പുരുഷാരത്തിന് മുമ്പിൽ വെച്ച് അത്ഭുതം ചെയ്തിരുന്നെങ്കിൽ എന്ന് ശിഷ്യന്മാർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ യേശു ചെയ്തില്ല. പക്ഷേ വിശ്വാസമുണ്ടെന്ന് വിചാരിച്ചിരുന്ന ഈ ശിഷ്യന്മാർ, അവർക്ക് വിശ്വാസമില്ലാതിരുന്ന സമയത്ത് അവരുടെ മുമ്പിൽ വെച്ചാണ് യേശു അതിശയം ചെയ്തത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല യേശു അത്ഭുതം ചെയ്തത്. താൻ ചെയ്യണമെന്ന് തീരുമാനിച്ച കാര്യം താൻ ചെയ്യുന്നു. അത് തൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെയോ നമ്മുടെ പ്രാർത്ഥനയുടെയോ നമ്മുടെ ഭത്സനത്തിൻ്റെയോ ശാസനയുടെ ബലത്തിലല്ല ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ദൈവം രോഗികൾക്ക് സൗഖ്യം നൽകുന്നത്, ദൈവം അടയാളങ്ങളും അതിശയങ്ങളും പ്രവർത്തിക്കുന്നത്
നമ്മൾ പറയുന്നത് കേട്ടിട്ടല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്, അവൻ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ജാതികളുടെ ദേവന്മാർ, അവർക്ക് കൈയും കാലും മൂക്കും കണ്ണുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയല്ല എന്ന് സങ്കീർത്തനകാരൻ പറയുന്നു. ഇവിടെ ആ ദൈവമാണ് മനുഷ്യനായി ഭൂമിയിൽ വന്ന് ഈ പടകിൽ കിടന്ന് ഇത്രയും നേരം ഉറങ്ങിയത്. ഇതാണ് ശിഷ്യന്മാരെ ഭയപ്പെടുത്തിയ കാര്യം. ഈ ആളാണോ ഇത്രയും നേരം ഈ പടകിൽ കിടന്ന് ഉറങ്ങിയത് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് അവർ ഭയപ്പെട്ടത്. ഇത് ഒരു സാധാരണക്കാരനല്ല. പ്രിയ സുഹൃത്തേ, യേശുവിനെ ഒരു വലിയ മതപണ്ഡിതനാണ്, നല്ല ഗുരുവാണ്, അഹിംസയുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച ആളാണ്, ക്ഷമിക്കാനും സ്നേഹിക്കാനുമൊക്കെ ലോകത്തെ പഠിപ്പിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നത് കേട്ടിട്ടുണ്ട്. ക്രിസ്തു മതം സ്ഥാപിച്ച ആളാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. യേശു ദേവൻ എന്ന് വെച്ചാൽ ഒരുപാട് ദേവന്മാരുണ്ട്, അതിൽ കൂടെ യേശുവും ഒരു ദേവൻ, ഇങ്ങനെ യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ചിലർ ദൈവം യേശുവിനെ ആദ്യം സൃഷ്ടിച്ചു, പിന്നെ യേശു മറ്റു കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചു, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിൽപ്പെട്ട കാര്യം, അവർക്കിഷ്ടമുള്ളത് വിശ്വസിക്കാം. പക്ഷേ പുതിയ നിയമം യേശുവിനെക്കുറിച്ച് പറയുന്നത് അവൻ സൃഷ്ടാവായ ദൈവമാണ്. നിങ്ങളെ ഓരോരുത്തരെയും, നാം കാണുന്ന എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അവയെ ഓരോന്നിനെയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമാണ് യേശുക്രിസ്തു. ആ ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് യേശുക്രിസ്തു. അതിൽ കുറഞ്ഞതൊന്നും പുതിയ നിയമം നമ്മോട് പറയുന്നില്ല. ഇനി യേശുവിനെ ആരായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ സൗകര്യത്തിൽപ്പെട്ട കാര്യം. പക്ഷേ ബൈബിൾ പറയുന്നത് അവൻ ദൈവമാണെന്നാണ്. അവൻ ദൈവമാണെന്നുള്ള കാര്യം പുതിയ നിയമം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അത് അനുസരിക്കണോ തിരസ്കരിക്കണോ എന്ന തീരുമാനം നിങ്ങളുടേതാണ്. പക്ഷേ ഒരു കാര്യം, അവൻ ദൈവമാണ്. അവൻ ദൈവമാണ് എന്ന നിലയിൽ അവന് ബഹുമാനവും മഹത്വവും കൊടുക്കുവാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥനാണ്. അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം നേരിടുവാനും ഓരോ മനുഷ്യനും തയ്യാറായിരിക്കണം. യേശു സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന, എല്ലാവരെയും ആലിംഗനം ചെയ്യുന്ന രക്ഷകനാണ്. പക്ഷേ അതേസമയം അവൻ ന്യായാധിപതിയായ ദൈവമാണെന്ന കാര്യം മറക്കരുത്. ഇതുവരെ ശിഷ്യന്മാരുടെ കൂടെ അവർ കൊടുക്കുന്നത് കഴിച്ച്, അവരെപ്പോലെ വസ്ത്രം ധരിച്ച്, അവരെപ്പോലെ ഒരു ചെറിയ പടകിൽ കയറി ഉറങ്ങിയ യേശു പറഞ്ഞാൽ കടലും കാറ്റും അനുസരിക്കും എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായപ്പോൾ അവർ ഭയപ്പെട്ടു. യേശു ആരാണ് എന്ന് നിങ്ങൾ വാസ്തവത്തിൽ മനസ്സിലാക്കിയാൽ അവനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തിന് വ്യത്യാസമുണ്ട്. വചനദീപം